ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. ഇപ്പോൾ സമയം ഇവിടെ രാവിലെ 6:45 കേട്ടോ. അപ്പോൾ ഇത്ര കൊച്ചു വെളുപ്പം കാലത്ത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇറങ്ങിയതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്കിവിടെ ലാബിൽ എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു. ഒരു കട്ട എക്സ്പെരിമെൻറ്റ് രാവിലെ തുടങ്ങണം, 6:30 തുടങ്ങണമായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ വന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ ലാപ്ടോപ്പ് എടുത്ത് നോക്കുമ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയിരുന്നത്. ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് രാവിലെ ആയതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. സോറി അറിയാം. സത്യം എന്താണെന്ന് വെച്ചാൽ ആ എക്സ്പെരിമെൻറ്റ് ക്യാൻസൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ടീം മാനേജർ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ശശിയായി. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ്, 5 മണിക്കല്ല 4:45 എഴുന്നേറ്റ് എൻ്റെ ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ പാടെ ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് ഓടി വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. ഞാൻ ആദ്യം വിചാരിച്ചു വീട്ടിലോട്ട് തിരിച്ചു പോയാലോ എന്ന്. അപ്പോൾ പിന്നെ വീട്ടിൽ തിരിച്ചു പോകുന്ന കാര്യം ആലോചിച്ചപ്പോൾ നമ്മൾ ഇത്രയും പെട്രോൾ കത്തിച്ച് ഇനി തിരിച്ചു പോകണം. അതവിടെ നിൽക്കട്ടെ, ഈ വലിച്ചു കെട്ടിയിരിക്കുന്ന ഈ സാധനങ്ങൾ മൊത്തം അഴിച്ചു വെക്കണം. പിന്നെ ഇങ്ങോട്ട് വരാൻ നേരം പിന്നെ ഇതൊക്കെ തിരിച്ചിടണം, പിന്നെയും പെട്രോൾ കത്തിക്കണം. ഇതൊക്കെ ഓർത്തപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഒന്നും വേണ്ട, ഇവിടെ തന്നെ ഇരിക്കാം, കുറച്ച് കഴിയുമ്പോൾ ഓഫീസിനകത്തോട്ട് കയറാം. അതിനു മുന്നേ ഇപ്പോൾ ഉള്ള ഈ സമയം എനിക്കിപ്പോൾ ഇനി ഒരു 2 മണിക്കൂർ ചുമ്മാതുണ്ട് കേട്ടോ. എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യും ആദ്യം വിചാരിച്ചു. കുറച്ച് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ കാണാം, എന്തെങ്കിലുമൊക്കെ വായിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഐ ഹാവ് എ യൂട്യൂബ് ചാനൽ. അങ്ങനെയല്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് ചുമ്മാ ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ. ഞാനിവിടെ അമേരിക്ക വന്നേ പിന്നെ എന്നെ അതിശയിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ. ആ അതിശയമൊക്കെ ഇപ്പോൾ പോയി. കാരണം ഇപ്പം ഞാൻ വന്നിട്ട് ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് 4 വർഷം പൂർത്തിയാവും. ഈ 4 വർഷമായിട്ട് ഇപ്പോഴും ഞാൻ അതിശയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അത് വേറെ ഒരു നുണയായിരിക്കും. ആ അതിശയത്തിൻ്റെ ഒരു 10% മാത്രമേ, വന്നപ്പോൾ ഉണ്ടായ അതിശയത്തിൻ്റെ ഒരു 10% മാത്രമേ ഇപ്പം മിച്ചമുള്ളൂ. ആ 10% കൂടെ കഴിയുന്നതിന് മുന്നേ നമുക്കിതങ്ങ് പറഞ്ഞു കളയാം. ഓക്കെ, എന്നെ ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ ആദ്യമായിട്ട് അതിശയിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, അതിശയിപ്പിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ടിഷ്യൂ പേപ്പർ. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ സമ്പ്രദായത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്കും അറിയാം. ഇവിടെ ഉള്ളത് ടിഷ്യൂ പേപ്പറാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നുള്ള കാര്യം. പക്ഷേ എങ്കിലും ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ കണ്ടറിഞ്ഞാലേ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയത്തില്ലേ, അതുപോലെയായിരുന്നു ഈ ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യം എനിക്ക്. അത് സത്യമാണ് ഗൈസ്. ഇവിടുത്തെ ഒരു ടോയ്ലറ്റിൽ പോലും നമുക്ക് വെള്ളം കാണാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ നമ്മൾ മറ്റേ സ്പ്രേ ചെയ്യുന്ന വെള്ളം ഉണ്ടല്ലോ, അതില്ല. ഇവിടെ എല്ലാ ടോയ്ലറ്റും ഓൺലി ടിഷ്യൂ പേപ്പർ. വന്ന സമയത്ത് എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ എൻ്റെ ബാത്റൂമിലാവുമ്പം അല്ല എൻ്റെ വീട്ടിലെ എൻ്റെ ടോയ്ലറ്റിലാവുമ്പം നെഹി ഞാൻ ഇപ്പോഴും ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പം നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തപ്പം യെസ്, ഐ എഗ്രി, ഐ ഹാവ് ടു യൂസ് ടിഷ്യൂ പേപ്പർ. അപ്പോൾ ടിഷ്യൂ പേപ്പർ സമ്പ്രദായം എന്നെ ഒരു അതിശയിപ്പിച്ച കാര്യമാണെന്ന് ചോദിച്ചാൽ എങ്കിലും എന്നെ അത് അംഗീകരിക്കേണ്ടി വന്ന ഒരു കാര്യമാണ് ടിഷ്യൂ പേപ്പർ. ആൻഡ് സെക്കൻഡ് തിങ്, അപരിചിതരെ കാണുമ്പോൾ ഹായ് ഹൗ ആർ യു എന്ന് ചോദിക്കുക എന്നുള്ളത്. അതെന്താന്ന് വെച്ചാൽ നമ്മളിവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ നാട്ടിലാവുമ്പോൾ നമ്മളിങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പം നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ നോക്കി ചിരിച്ച് കാണിക്കുക, അല്ലെങ്കിൽ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നു വെച്ചോ, അപ്പോഴേ നമുക്ക് പേടിയാവും, ഇയാൾ എന്തിനാ എന്നെ നോക്കി ചിരിച്ച് കാണിക്കുന്നത്, അല്ലെ അയാൾ എന്തിനാ എന്നോട്, അങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മളിങ്ങനെ ചുമ്മാ പുറത്തൂടെ ഇറങ്ങി നടക്കുമ്പോഴത്തേനും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും യാതൊരുവിധ പരിചയമില്ലാത്ത ആൾക്കാരെ നോക്കിയിട്ട് ഹായ് ഗുഡ് മോർണിംഗ്, ഹായ് ഹൗ ആർ യു ഡൂയിങ് ടുഡേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആദ്യമൊക്കെ ഞാനിങ്ങനെ കണ്ണ് തള്ളി നിൽക്കുമായിരുന്നു. പിന്നെ ഞാനത് ചെറിയൊരു മന്ദസ്മിതമാക്കി മാറ്റി. പിന്നെ ഹായ് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ ആം ഗുഡ് എന്ന് പറയാനായിട്ട് ഞാൻ പഠിച്ചു. പിന്നെ അവരിങ്ങോട്ട് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് ഹൗ ആർ യു എന്ന് ചോദിക്കാൻ തുടങ്ങി. അതുമായിട്ട് ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി പൊരുത്തപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ നമ്മൾ തികച്ചും അപരിചിതരെ കാണുമ്പോൾ വിഷ് ചെയ്യുക എന്നുള്ളത്. അതിവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ ചില സ്റ്റേറ്റ്സിലൊക്കെ അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ താമസിച്ച എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ അതൊരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഹായ് ഹൗ ആർ യു അവർ ചോദിക്കുമ്പോഴത്തേനും അത്രേ ഉള്ളൂ, അതവിടെ കഴിഞ്ഞു. പിന്നെ ആദ്യമൊക്കെ ഞാനിങ്ങനെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഐ ആം ഗുഡ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവരോട് ഹൗ ആർ യു ഒക്കെ ചോദിച്ചപ്പോൾ നമ്മളങ്ങ് ചിരിച്ച് ആത്മാർത്ഥതയോടെ വരുമ്പോഴത്തേന് അവരവരുടെ കാര്യം കഴിഞ്ഞ് പോയി കാണും. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഹൗ ആർ യു പറയുക, പോവുക, ടാറ്റ ബൈ ബൈ പറയുക, പിരിയുക, അത്രേ ഉള്ളൂ കേട്ടോ. അതല്ലാണ്ട് നമ്മളുമായിട്ട് അവർ ഫ്രണ്ട്സ് ആകാൻ വരുന്നതോ അങ്ങനെയൊന്നുമല്ല.
സോ ദാറ്റ് വാസ് എ സെക്കൻഡ് തിങ്. അപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ കഴിഞ്ഞു, പിന്നെ ഈ ഹായ് ഹൗ ആർ യു കഴിഞ്ഞു. ആൻഡ് ദ വെരി തേർഡ് തിങ് എന്താണ്? വെരി തേർഡ് തിങ് ഇസ് ലൈക്ക് ടിപ്പിംഗ് സമ്പ്രദായം. അതെനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഇപ്പോഴും എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ആലിസനാണ് ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നതും മനസ്സിലാക്കി തന്നതൊക്കെ. അപ്പം ഞാൻ ആദ്യമേ സമയത്ത് ആലിസിൻ്റെ കൂടെ ഞങ്ങൾ എവിടെയെങ്കിലും പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴുണ്ടല്ലോ, ഇവിടുത്തെ സ്റ്റാർബക്സിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ സ്റ്റാർബക്സിൽ പോകുന്നു, കോഫി എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുന്നു. പക്ഷേ ഇവിടുത്തെ എല്ലാ ബില്ലിൻ്റെ കൂടെ തന്നെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ട്രാ സംഭവം കാണും. നമ്മുടെ നാട്ടിൽ ടിപ്പ് കൊടുത്ത് അങ്ങനെ ശീലിച്ചിട്ടുള്ളവരല്ല. ഇവിടെ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും ഇവിടെ മിക്ക ഇങ്ങനെ നമ്മൾ കസ്റ്റമർ സർവീസ് എടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ടിപ്പ് കൊടുക്കണം. ആദ്യമേ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴും എനിക്കത് ഫുള്ളായിട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. എനിവേ, നമ്മൾ ടിപ്പ് കൊടുത്തില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ഭയങ്കര റൂഡായിട്ടുള്ള ആൾക്കാരായിട്ടേ അവരത് കാണത്തുള്ളൂ. സോ ടിപ്പിംഗ് ഈസ് അനദർ തിങ്. എന്നെ അതിശയിപ്പിച്ചതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു കാര്യം. ആൻഡ് പിന്നെ ഒരു തിങ്, അപ്പോയിൻമെൻറ്റ്സ്. ഇവിടെ എല്ലാ കാര്യത്തിനും നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കണം. ഡോക്ടറെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം, മുടി വെട്ടാൻ പോകണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം, ബ്യൂട്ടി പാർലറിൽ പോകണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. പിന്നെ ഈവൻ നമ്മൾ ഇപ്പം എൻ്റെ കൊച്ച് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കളിക്കാൻ പോകണമെങ്കിലും നമ്മൾ ഇന്ന ദിവസം ഇന്ന സമയം വരുമെന്ന് പറഞ്ഞിട്ട് അവരുടെ സൗകര്യമൊക്കെ അനുസരിച്ച് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോൾ ഈ രാജ്യം ഇങ്ങനെ അപ്പോയിൻമെൻറ്റ്സിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോയിൻമെൻറ്റ്സ് ആർ സോ ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ നമുക്ക് ചുമ്മാ വോക്കിനായിട്ടുള്ള ചുമ്മാ കയറി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ വളരെ വളരെ കുറവാണ്. അപ്പോയിൻമെൻറ്റ്സ് ഇല്ലാണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പം നമ്മുടെ വീട്ടിലോട്ട് നമ്മളൊരു ഗസ്റ്റായിട്ടൊരു വീട്ടിലോട്ട് പോകാനോ ഒക്കെ ആണെങ്കിലും നമുക്ക് സർപ്രൈസ് വിസിറ്റ് ഇവിടെ ഉള്ളവർ ഇഷ്ടപ്പെടുന്നില്ല. സർപ്രൈസ് ആയിട്ട് നമ്മൾ ചെന്നാൽ ചിലപ്പോൾ അവർ ബോധം കെട്ട് വീടുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, സർപ്രൈസ് വിസിറ്റുകൾ ഇവർ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വി ഹാവ് ടു ടേക്ക് അപ്പോയിൻമെൻറ്റ് ഫോർ എവറിഥിങ്. ലൈക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ കല്യാണമൊക്കെ വിളിക്കുമ്പോൾ ഒരു മാസം മുന്നേ കല്യാണം വിളിക്കത്തില്ലേ, അതുപോലെ എല്ലാ കാര്യങ്ങളും ഒത്തിരി മുൻകൂറായിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം. സോ അപ്പോയിൻമെൻറ്റ്സ് ആർ സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് കൺട്രി. പിന്നെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര അതിശയിപ്പിച്ചതും ഭയങ്കര എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും എനിക്ക് വീർപ്പ് മുട്ടിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലൊന്നും ആരെയും കാണത്തില്ല. അപ്പം ഞാൻ ആദ്യം വന്ന സമയത്ത് ക്ലീവ്ലാൻഡ് എന്ന് പറഞ്ഞ സമയത്ത് താമസിക്കുമ്പോഴുണ്ടല്ലോ, അവിടെ ഞങ്ങൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് കുറച്ച് ഉള്ളോട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര കൊട്ടാരം പോലത്തെ വീടുകളാണ് കേട്ടോ. ഭയങ്കര മണിമാളികൾ എന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര വീടുകൾ. അപ്പം ഞാനിങ്ങനെ അതുവഴി നടക്കുമ്പോൾ പക്ഷെ ഒറ്റ മനുഷ്യനെ പോലും നമ്മൾ ആ പരിസരത്തൊന്നും കാണത്തില്ല. അപ്പം ഞാൻ ആലോചിക്കും, ഈ വീട്ടിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചു. ഒരു ദിവസം ഞങ്ങൾ രാത്രി അതുവഴി നടക്കാൻ പോയപ്പോൾ അവിടെ ലൈറ്റ് കണ്ടു എല്ലാ വീടുകളിലും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, പക്ഷെ ഒറ്റ മനുഷ്യനെ പോലും നമ്മൾ എവിടെയും കാണത്തില്ല. കാരണം എനിക്ക് ഇവിടെയുള്ള ആൾക്കാർ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അവർ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് ബാക്ക് യാർഡിലായിരിക്കും. പുറകിൽ വീടിൻ്റെ പുറകിലാണ് അവരുടെ ഇപ്പം ഫാമിലി ആയിട്ട് ഒരുമിച്ചിരിക്കുന്നതോ വർത്തമാനം പറയുന്നതൊക്കെ. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ തിണ്ണകളോ ഇങ്ങനെ തിണ്ണയിലിരുന്ന് ഫ്രണ്ടിൽ ഇരിക്കുക അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ ഫ്രണ്ടിൽ ഇരിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അപ്പം ഞാൻ ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ, ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഒന്ന് തുറന്നു കിടക്കുന്ന കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അതിശയിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡോർ പോലും അവരൊരിക്കലും ഓപ്പൺ ചെയ്തിടത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഡോർ ആണെങ്കിൽ ഞാനും ഓപ്പൺ ചെയ്തിടാറില്ല. അറിയത്തില്ല, എനിക്ക് എന്താ കാര്യം എന്ന് ഞാൻ പേടിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ഉള്ളവരും പേടിച്ചിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ വന്ന സമയത്ത് ഒരു കൊറിയൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ സംശയം ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി ഇത് തന്നെയാണ് പറഞ്ഞത്, ഇവിടെ ആൾക്കാർക്ക് ഫ്രണ്ട് ഡോറ് തുറന്നിടാനുള്ള ധൈര്യമില്ല, ലൈക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് തന്നെ. തീർത്തും കാണാൻ പറ്റത്തില്ലെന്ന് അല്ല കേട്ടോ. സമ്മറൊക്കെ ആകുമ്പോൾ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. എങ്കിലും കൂടുതൽ ടൈം അവർ സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് വീടിൻ്റെ ബാക്ക് യാർഡിലാണെന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ തെറ്റായിരിക്കാം. ഇതൊക്കെ എൻ്റെ ഒരു നിഗമനങ്ങളാണ് കേട്ടോ. അതാണ് എന്നെ അതിശയിപ്പിച്ച വേറൊരു കാര്യം. ഈശ്വര, ഇനിയിപ്പോൾ എന്നെ അതിശയിപ്പിച്ച വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം ഇപ്പം 4 വർഷം ആയതുകൊണ്ടേ പല അതിശയങ്ങളും അങ്ങ് മാറിപ്പോയി. കുറച്ചുകൂടെ മുന്നേ ഒരു 2-3 വർഷം മുന്നേ ഞാൻ വീഡിയോ പറയേണ്ടതായിരുന്നു. അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഇത്രയ്ക്കും ആക്റ്റീവായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിവേ,
ഇതൊക്കെയാണ് മെയിനായിട്ടും എന്നെ ഇവിടെ അതിശയിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് നിങ്ങൾക്ക് വെട്ടമൊക്കെ വന്ന് കണ്ടാലേ അറിയാം, കുറച്ച് നേരമൊക്കെ വെളുത്തു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലായത്. വേറൊന്നുമല്ല, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പേഷ്യൻസ് ലെവൽ ഈസ് വെരി ഹൈ കേട്ടോ. സപ്പോസ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ഫംഗ്ഷൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണെന്ന് വെച്ചോ. അപ്പോൾ എങ്ങനെയായിരിക്കും, നമ്മളെല്ലാവരും കൂടെ ഒറ്റ ഓട്ടമായിരിക്കും അല്ലേ, ഡോറിൻ്റെ അങ്ങോട്ട് തിക്കി തിരക്കി തള്ളി തകർത്ത് അങ്ങനെയല്ലേ പോകുന്നത്. പക്ഷേ ഇവിടെ ഉള്ളവർ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഉള്ളവർ വളരെ എന്താ പറയുന്ന ഓർഡറായിട്ട്, ഇപ്പം ഫ്രണ്ടിൽ ഇരിക്കുന്ന റോയിൽ ഒരാൾക്കാരെ ഇറങ്ങി, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാർ അവരത് വെയിറ്റ് ചെയ്യും. അവർക്ക് ആ തിക്കും തിരക്ക് എത്ര തിരക്കുണ്ടായിരിക്കും, അവർക്ക് വീട്ടിൽ പോയിട്ട് അവർക്ക് അത്യാവശ്യമൊക്കെ കാണുമായിരിക്കും. പക്ഷെ അവരങ്ങനെയല്ല, അവരാ ഒരു എന്താ പറയുന്ന ഒരു ക്യൂ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ കറക്റ്റായിട്ട് നല്ല ഓർഡറിൽ ബഹളവും തിക്കും തിരക്കൊന്നും ഇല്ലാതെ അങ്ങനെ പോകത്തുള്ളൂ. ദാറ്റ്സ് എ വെരി വെരി നൈസ് തിങ് ദാറ്റ് ഐ സീ. ഇവിടുത്തെ ആൾക്കാരുടെ പേഷ്യൻസ് ലെവൽ ഭയങ്കര ഹൈ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ സപ്പോസ് നമ്മളിപ്പം എവിടോട്ടെങ്കിലും കയറുവാന്ന് വെച്ചോ, ഡോറ് തുറന്ന് കയറുവാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യത്തെ ഒരാൾ ഡോറ് തുറന്നിട്ട് അയാൾ അങ്ങ് ഡോറ് നമുക്ക് നേരെ അടച്ചിട്ടിട്ട് പോകത്തില്ല. അതിവിടെ ഭയങ്കര റൂഡായിട്ടാണ് കാണുന്നത്. അവർ കയറിയിട്ട് അവരിങ്ങനെ ഡോറ് നമുക്ക് തുറന്ന് പിടിച്ച് തരും. എന്നിട്ട് നമ്മൾ കയറുക, അതുപോലെ തന്നെ നമ്മൾ അടുത്ത ആൾക്ക് വേണ്ടി ഡോർ ഇങ്ങനെ തുറന്ന് പിടിച്ച് കൊടുക്കുക. അതിവിടുത്തെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്ന നാച്ചുറലായിട്ട് ഇപ്പം ഞാനും ഒക്കെ നമ്മളൊക്കെ അത് ശീലിച്ച് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ മോനാണെങ്കിലും നമ്മളിവിടെ കണ്ട് ചെയ്ത് ശീലിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഉള്ളവർ കൊച്ചിലേ തൊട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. സോ ദാറ്റ്സ് വൺ നൈസ് തിങ് ദാറ്റ് ഐ സീ ഹിയർ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പിന്നെ എന്തിനും ഏതിനും താങ്ക് യു പറയുക എന്നുള്ളത്, അത് എനിക്ക് ആദ്യമൊന്നും വരത്തില്ലായിരുന്നു. ഇപ്പം നമ്മൾ എന്തിനും ലൈക്ക് വി വിൽ ടെൽ താങ്ക് യു. നമുക്കിപ്പോൾ ഒരാൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്കൊരു കോഫി നമ്മൾ ഓർഡർ ചെയ്തെന്ന് വെച്ചോ, കോഫി കുടിച്ചു കഴിഞ്ഞ് തരുന്ന ആളോട് നമ്മൾ താങ്ക് യു പറയുക. അങ്ങനെയുള്ള വിഷ് ലൈക്ക് ഗ്രീറ്റിങ്സ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അത് ഇവിടെ ആദ്യമൊന്നും എനിക്ക് പറ്റാഞ്ഞൊരു കാര്യമാണ്. പറ്റാഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് മടിയായിട്ടല്ല, പക്ഷെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് അതൊന്നും വരത്തില്ലല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പം അതൊക്കെ ഭയങ്കര യൂസ്ഡ് ആയിട്ട് നമുക്കിപ്പം ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാത്തിനും നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് തന്നാൽ താങ്ക് യു പറയുക എന്നുള്ളത്. അങ്ങനത്തെ 2 കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങൾ. ദാറ്റ്സ് അനദർ ഗുഡ് തിങ്. അപ്പോൾ ഇങ്ങനെ സമയം കിട്ടിയപ്പോൾ പെട്ടെന്ന് ചടപടാന്ന് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോഴുണ്ടല്ലോ ഇനിയുണ്ട് എനിക്കൊരു 1.25 മണിക്കൂർ മിച്ചം. ആ സമയം ഞാൻ എങ്ങനെയെങ്കിലും സ്പെൻഡ് ചെയ്തോളാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്നത്തെ രാവിലത്തെ ടെമ്പറേച്ചർ -10 ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം ഉണ്ടല്ലോ, റോഡൊക്കെ മൊത്തം ഇരുട്ടായിരുന്നു, വഴിയൊക്കെ ഫുൾ ഇരുട്ടായിരുന്നു, എനിക്കൊന്നും കാണത്തില്ലായിരുന്നു. ലൈറ്റൊക്കെ ഒന്നും കാണത്തില്ലായെന്ന് വെച്ചാൽ കാറിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ആണ് ഞാൻ വന്നത്. എന്തായാലും വരവ് വെറുതെ ആയി. എനിവേ ടുഡേ ഈസ് എ ഫ്രൈഡേ. അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ പരിപാടി കഴിയുവാണെങ്കിൽ നേരത്തെ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഇപ്പം എല്ലാ സംഗതികളെല്ലാം പണി വളി സാരമില്ല, നമുക്ക് ഉള്ള സമയം എങ്ങനെയെങ്കിലൊക്കെ സ്പെൻഡ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും happy and safe ആയിട്ടിരിക്കൂ. See you all with another video. Tata bye bye.